ഈ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരുപാട് സൃഷ്ടികളാൽ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഈശ്വരൻ നമ്മളോട് നേരിട്ട് സംസാരിക്കാറില്ല, ശരിയല്ലേ? പക്ഷേ പല നിമിത്തങ്ങളിലൂടെയും അതേപോലെ തന്നെ ചില ലക്ഷണങ്ങളിലൂടെയുമാണ് ഭഗവാൻ നമ്മളോട് സംവദിക്കുന്നത്. അതായത് ചില ലക്ഷണങ്ങൾ കാട്ടിത്തരുമ്പോൾ ആ ലക്ഷണങ്ങൾ പ്രപഞ്ചം വഴി ഭഗവാൻ നമ്മളിലേക്ക് ചില സൂചനകളായി കാട്ടിത്തരാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയ വലിയൊരു വിജ്ഞാന ശാഖയുണ്ട്. അതിനെയാണ് ശകുനശാസ്ത്രം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഗൃഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിമിത്തത്തെ കുറിച്ചാണ്. അതായത് പലപ്പോഴും നമ്മുടെ ഗൃഹങ്ങളിലേക്ക് നാം വളർത്താത്ത പക്ഷിമൃഗാദികൾ ഒക്കെ കടന്നു വരാറുണ്ട്. ഇവിടെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് പൂച്ചകളെ കുറിച്ചാണ്. അതായത് അയൽപ്പക്കത്തെ പൂച്ചകൾ അവിചാരിതമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരാറുണ്ട്. സാധാരണക്കാരിൽ പലരും ഇതൊരു ശല്യമായിട്ടാണ് മിക്ക വീടുകളിലും ഇതിനെ കാണുന്നത്. ആട്ടി ഓടിക്കാറൊക്കെ ഉണ്ട്. എന്നാൽ ഇത് ശകുനശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. അതായത് ഇതൊരു സാധാരണ വരവായിട്ടല്ല ശകുനശാസ്ത്രം കണക്കാക്കുന്നത്. ഭഗവാന്റെ ഒരു ദൂതനായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ നമ്മോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ ഒരു ദൂതുമായിട്ടാണ് ഈ പൂച്ച ഇങ്ങനെ കടന്നു വന്നിരിക്കുന്നത് എന്നതാണ് ശകുനശാസ്ത്രം പ്രതിപാദിക്കുന്നത്. അതായത് ഒരു ശുഭ സൂചനയുമായിട്ടാണ് ഈ ജീവി ഇങ്ങനെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് നമ്മൾ വളർത്തുന്നതല്ല, നമ്മൾ ആഹാരം കൊടുക്കുന്നതല്ല, പക്ഷെ എവിടെ നിന്നോ ഒരു സമയം അവിചാരിതമായി നമ്മുടെ ഗൃഹത്തിലേക്ക് ഇത് എത്തപ്പെട്ടു. അപ്പോൾ മനസ്സിലാക്കുക, പ്രപഞ്ചം നമുക്ക് കാട്ടിത്തരുന്ന ചില സൂചനയാണ്. അതല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നു, അതിന്റെ സൂചന എന്നോണമാണ് ഈ ദൂതനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അതായത് ഗൃഹത്തിലെ സ്ത്രീയും ഐശ്വര്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് വെറുതെ ഒരു വീട്ടിലേക്ക് ഇത്തരത്തിൽ പൂച്ചകൾ കയറി വരികയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ശാസ്ത്രം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് ലക്ഷ്മി ദേവി, അതായത് സാക്ഷാൽ മഹാലക്ഷ്മി തുല്യമായ അല്ലെങ്കിൽ അത്രയേറെ ഐശ്വര്യവതിയായ ഒരു സ്ത്രീരത്നം, അതായത് ഒരു സ്ത്രീ ഉള്ള വീട്ടിൽ ആ ഗൃഹത്തിൽ മാത്രമായിരിക്കും പൂച്ച ഒരു ഭയവും കൂടാതെ ആ ഗൃഹത്തിന്റെ പടി കടന്ന് വരികയുള്ളൂ. വെറുതെ വരികയല്ല. നിങ്ങൾ പറയും അത് എലിയെ പിടിക്കാൻ വരും അല്ലെങ്കിൽ മീന്റെ മണം കേട്ട് വരികയാണ്. അങ്ങനെയല്ല. ഐശ്വര്യവതിയായ ഒരു സ്ത്രീ, ഒരു ഉത്തമ സ്ത്രീ ആ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ തീർച്ചയായും ഐശ്വര്യമുണ്ട്. ആ ഐശ്വര്യം കാണാൻ അല്ലെങ്കിൽ ആ ഐശ്വര്യത്തെ കൂടുതൽ പകിട്ട് കൂട്ടുവാനായിട്ടും പൂച്ചയുടെ കടന്നുവരവ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു സ്ത്രീ കേവലം ഒരു രൂപഭംഗി കൊണ്ട് അതിനെ നമുക്ക് അളക്കുവാനായിട്ട് സാധിക്കുന്നതല്ല. ആ ഗൃഹത്തിലെ അമ്മ, അതല്ലെങ്കിൽ ആ ഗൃഹത്തിലെ സഹധർമ്മിണി, അതല്ലെങ്കിൽ ദാനശീലയും നിഷ്കളങ്കയുമായി വളരെയധികം ഈശ്വര ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ധർമ്മിഷ്ഠയായ ഒരു സ്ത്രീയുള്ള ഗൃഹത്തിലേക്ക് തീർച്ചയായും ഒരു പൂച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് ഭഗവാൻ അയച്ചിരിക്കുന്ന ഒരു ദൂതൻ എന്നോണം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അത് കടന്നു വന്നതാണ്. ലക്ഷ്മി ചൈതന്യം വിളങ്ങുന്ന കുടുംബത്തിന്റെ വിളക്കായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ, അത് അമ്മയാകാം, പെങ്ങളാകാം, അമ്മുമ്മയാകാം, ആരുമാകാം, ആ ഒരു സാന്നിധ്യം ആ ഗൃഹത്തിലുള്ളത് ആ മിണ്ടാപ്രാണിക്ക് അവിടേക്ക് ഒരു ആകർഷണത്വം തോന്നി എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പൂച്ച ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഗൃഹനാഥന് അഭിമാനിക്കാവുന്നതാണ്. അല്ല, മിക്കവാറും പൂച്ച ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ കൂടുതൽ അതിനെ ഇഷ്ടപ്പെടും. പക്ഷെ അവിടെ പുരുഷന്മാരുണ്ടെങ്കിൽ അവര് ആട്ടി ഓടിക്കാനായി ശ്രമിക്കും. കൊച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ അവര് പോയി അതിനെ എടുത്ത് വളർത്താച്ചാന്ന് പറഞ്ഞാലും പുരുഷന്മാർ ഇതിനെ ആട്ടി ഓടിക്കാറുണ്ട്. അത് അതിന്റെ രോമമൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടായ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ ഗൃഹം തേടി അത് വന്നെങ്കിൽ അവിടെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ സഹോദരി, അവര് ഒരു ഉത്തമയായ വളരെയേറെ ഭാഗ്യവതിയായ ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഗൃഹം തേടി ആ പൂച്ച വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു നിമിത്തം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ വളരെ ഐശ്വര്യവതിയായ ഒരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ നിമിത്തം നിങ്ങൾക്കും ഭാഗ്യം വന്നു ചേരും എന്നതിന്റെ ഒരു സൂചന എന്നോണമാണ് ഗൃഹത്തിലേക്ക് ഇങ്ങനെ ഒരു പൂച്ചയുടെ കടന്നുവരവുണ്ടാകുന്നത്. അതായത് ആ ഗൃഹത്തെ ധാരാളം പോസിറ്റീവ് എനർജി, അതല്ലെങ്കിൽ ദൈവികമായ ഒരു ഊർജം ധാരാളം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അങ്ങോട്ടൊരു അട്രാക്ട് ചെയ്തു എന്ന് തന്നെ ഇവിടെ നമുക്ക് പറയാം. ഇതിന്റെ ഒരു തെളിവായിട്ടാണ് ഒരു അപ്രതീക്ഷിതമായി നമ്മൾ വളർത്തുകയോ ആഹാരം കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു ഓമനത്വമുള്ള ഒരു പൂച്ച പെട്ടെന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്.
അതായത് പൂച്ചകൾക്ക് ദിവ്യ ദൃഷ്ടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്. എല്ലാ മൃഗങ്ങൾക്കും നമ്മൾ മനുഷ്യരെക്കാൾ മുന്നേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, രാത്രികാലങ്ങളിൽ പട്ടി ഊരിയിടുന്നത് കാലനെ കാണുമ്പോഴാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജങ്ങൾ കാണുമ്പോഴാണ്. അതേപോലെ തന്നെ ഇവിടെ പൂച്ചയ്ക്ക് ഒരു ദിവ്യ ദൃഷ്ടിയുണ്ട്. അതായത് നമുക്കതിനെ വേണമെങ്കിൽ സിക്സ്ത് സെൻസ് അത് ഇംഗ്ലീഷിലൊക്കെ പറയാവുന്നതാണ്. അതായത് മനുഷ്യനേക്കാൾ എത്രയോ മടങ്ങ് ഗ്രഹണശക്തി കൂടുതലുള്ള ഒരു ജീവി കൂടിയാണ് പൂച്ച. അതിലുപരി വൃത്തി മനുഷ്യനേക്കാൾ ഏറെ ഉള്ള ഒരു മൃഗം കൂടിയാണ് പൂച്ച. അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതായ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് എനർജിയോ അതല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങളോ അതുമല്ലെങ്കിൽ ശത്രുക്കൾ ചെയ്ത ചില ചെയ്വനകളോ മോശ ചിന്തകളോ ഒക്കെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ചെടുത്ത് നിർവീര്യമാക്കാൻ, ആ ഗൃഹത്തെ ശുദ്ധീകരിക്കാൻ, അവിടെയുള്ള ആളുകൾക്ക് ഒരു ശുദ്ധി പകരാനും ഇങ്ങനെ പൂച്ചയുടെ വരവ് കൊണ്ട് സാധിക്കും. അപ്പൊ മനസ്സിലായല്ലോ, പൂച്ച ഒരു ഉപദ്രവിക്കാനോ നിങ്ങളെ നശിപ്പിക്കാനോ വരികയല്ല, നിങ്ങൾക്ക് സംരക്ഷണം ഏകുവാൻ കൂടിയാണ് വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഗൃഹത്തിന് ഒരു സുരക്ഷാ കവചം ഒരുക്കുവാനാണ് ആ പൂച്ച അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് സാരം. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് നാളായി കുഞ്ഞുങ്ങളില്ലാതെ വലഞ്ഞിരിക്കുന്ന ആളുകൾ, സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്കും ഇതൊരു ശുഭ സൂചനയായിട്ട് കണക്കാക്കാവുന്നത്. അതായത് പുരാണങ്ങളിൽ കുട്ടികളുടെ സംരക്ഷകയായ ഷഷ്ഠി ദേവിയുടെ വാഹനമായിട്ട് കൂടി ഇങ്ങനെ പൂച്ചയെ സങ്കല്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗൃഹത്തിലേക്ക് ഇങ്ങനെ പൂച്ച വരുന്നത് ആ വീട്ടിലെ കുഞ്ഞുമക്കൾക്ക്, അതായത് കുട്ടികൾക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ മാറാനും, അവിടെ കുഞ്ഞുമക്കൾ ജനനം ഇതുവരെ ആയിട്ടില്ലെങ്കിൽ കുട്ടികൾ വരവുണ്ടാകാൻ, അതായത് സന്താന ദോഷം മാറുന്നതിനും മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും സന്താന ലബ്ധിക്കൊക്കെ കാരണമാകും. അതുകൂടി മനസ്സിലാക്കുക. ഒരു കാരണവശാലും പൂച്ചയെ എറിയുകയോ അതിനെ മീൻ വെള്ളം കോരി ഒഴിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒരു ദ്രോഹവും ചെയ്യാതിരിക്കുക. അത് പ്രത്യേകം പറയുകയാണ്. സമ്പൽ സമൃദ്ധി ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഭഗവാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ കാണിച്ചു തരികയാണ് ചില സൂചനകളായിട്ട്. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ സാക്ഷാൽ ലക്ഷ്മി കടാക്ഷം തന്നെയാണ് ഒരു പൂച്ചയുടെ വരവ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്വർണ്ണ നിറമുള്ളതോ അതല്ലെങ്കിൽ ചെമ്പൻ നിറത്തിലുള്ളതോ ആയ പൂച്ചകളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് വിശേഷമായ, അതായത് സ്വർണ്ണ നിറം എന്ന് പറയുക കനകം, തങ്കം, ഇതൊക്കെയാണെങ്കിൽ സ്വർണം, ആ ഒരു ഗൃഹത്തിലേക്ക് സാമ്പത്തികമായ ഒരു ഒഴുക്കുണ്ടാകും, ധാരാളം ധനം വന്നു ചേരാൻ പോകുന്നു, സ്വർണ്ണാഭരണ ലബ്ധി ഉണ്ടാകാൻ പോകുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. സാമ്പത്തികമായിട്ടുള്ള നിലവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളൊക്കെയും മാറി കടങ്ങൾ വീട്ടാൻ സാധിക്കും എന്നതിന്റെ ഒരു വ്യക്തമായ സൂചനയാണ് ഈ പറഞ്ഞിരിക്കുന്ന നിറത്തിലുള്ള പൂച്ചകളുടെ കടന്നുവരവ്. കിട്ടാ കടങ്ങളൊക്കെ തിരികെ ലഭിക്കാനും, തൊഴിലിൽ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്ക് പഠിച്ചിട്ട് തൊഴിൽ കിട്ടാതിരിക്കുകയാണെങ്കിൽ അവർക്കൊരു തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാവാനും ഒക്കെ ഈ ഒരു നിമിത്തം തന്നെ കാരണമാകുന്നുണ്ട്. ഏത് നിറത്തിലുള്ള പൂച്ചയായാലും ശുഭകരമായ ഫലം തന്നെയാണ്. എങ്കിലും സ്വർണ്ണവർണ്ണമുള്ള പൂച്ചകൾക്ക് അല്പം കൂടി പ്രാധാന്യം കൂടുതലായിരിക്കും. എന്തെന്നാൽ അതങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർണ്ണത്തിലുള്ള പൂച്ചയൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ഭാഗ്യമുള്ള ഗൃഹമാണ് നിങ്ങൾ ഇപ്പോൾ വസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ധർമ്മം എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കണം. അതായത് അതിഥി ദേവോ ഭവ എന്നാണല്ലോ നമ്മുടെ പ്രമാണം തന്നെ. അപ്പോൾ അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന പ്രാണികളുടെ കാര്യത്തിലും ബാധകമാണ്. നമ്മൾ മനുഷ്യരെ സൽക്കരിക്കാറില്ലേ, അതേപോലെ ഇവരെ വിളിച്ചിട്ട് സൽക്കരിക്കണമെന്നല്ല, അവരെ ഉപദ്രവിക്കാതെങ്കിലും ഇരിക്കുക. കഴിവതും നിങ്ങളാൽ കഴിയുന്ന നമ്മുടെ സനാതന ധർമ്മത്തിൽ തന്നെ ഭൂതയജ്ഞ എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം തന്നെയുണ്ട്. അപ്പോൾ മറ്റ് ജീവജാലങ്ങൾക്ക് അന്നം നൽകുക എന്നതെന്ന് വെച്ചാൽ വലിയൊരു പുണ്യമാണ്. അവരെ ആട്ടിയോടിക്കുക, അവരെ കല്ലെറിയുകയും അവർക്ക് ഭീഷണിയാകുന്ന രീതിയിൽ പടക്കമൊക്കെ വെച്ച് പൊട്ടിക്കുന്ന രീതിയൊക്കെ അത് എന്തോരം ദോഷമാണ് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്നത്. ചെയ്ത വ്യക്തിയായിരിക്കില്ല, അവരുടെ തലമുറകളായിരിക്കും പിന്നീട് ഘടനാകെ വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അബദ്ധത്തിൽ പോലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരുന്ന പൂച്ചയെന്നല്ല, ഈ ജീവജാലങ്ങളെ അടിച്ചു ഓട്ടിക്കുകയല്ല വേണ്ട, അവർക്ക് അദ്ദേഹത്ത് മുറിവ് വരുത്തുകയും അവരെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. ദൈവം അയക്കുന്ന ഓരോ സൂചനകളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മഹാപാവമാണ് അല്ലെങ്കിൽ നമ്മൾ വരുത്തി വെക്കുന്നത്. ലക്ഷ്മിയെ പടിയിറക്കി വിട്ടാൽ പിന്നീട് ലക്ഷ്മി ദേവി ഒരിക്കലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ചിലപ്പോൾ എത്തിപ്പോലും നോക്കുവാൻ സാധ്യത കുറവാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ജീവി വിശന്ന് വരികയാണെങ്കിൽ അതിനല്പം പാലോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒക്കെ നൽകുക. നമ്മുടെ പൂച്ചയുടെ കാര്യമാണ് പറയുമ്പോൾ പൂച്ചയ്ക്ക് അല്പം പാലോ ബിസ്ക്കറ്റോ കൊടുക്കുക. നമ്മൾ ആ ജീവിക്ക് നൽകുന്ന ഒരു പിടി അന്നം നമുക്ക് പൂർവ്വജന്മ കർമ്മദോഷങ്ങളെ പോലും നമുക്ക് കഴുകിക്കളഞ്ഞ് മുക്തി നേടുന്നതിനുള്ള വഴിയായിട്ട് മാറും. അതുകൊണ്ട് തന്നെ മിണ്ടാപ്രാണിയുടെ ആ ഒരു വയർ നിറയ്ക്കുമ്പോൾ അതിന്റെ സംതൃപ്തി നമ്മുടെ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമായിട്ടാണ് മാറുന്നത് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ നല്ല
ആരെയും ഒന്നിനെയും ഉപദ്രവിക്കാൻ തന്നെ തോന്നുകയില്ല. അപ്പൊ നമ്മുടെ ദോഷങ്ങളെല്ലാം ഏറ്റുവാങ്ങി പുണ്യം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഒരു കടന്നുവരവ് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക, ഗൃഹത്തിലേക്ക് ഇങ്ങനെ ഒരു പൂച്ച കടന്നു വരുമ്പോൾ അതിനെ ഒരു ശല്യമായിട്ടോ ഉപദ്രവമായിട്ടോ ഒന്നുമല്ല കാണേണ്ടത്. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈശ്വരൻ അയച്ചിരിക്കുന്ന ഒരു അതിഥിയാണെന്നും നമ്മുടെ ഗൃഹത്തിലെ സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്ന അമ്മയാകട്ടെ, സഹോദരിയാകട്ടെ, ഭാര്യ, അവരുള്ള ഒരു ഐശ്വര്യം നിമിത്തം നമ്മളിലേക്കും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുക. അതിനെ സ്നേഹിക്കുക, അതിന് ആഹാരം കൊടുക്കുക, അതിനെ ഉപദ്രവിക്കാതിരിക്കുക. നമ്മുടെ ഗൃഹത്തിലേക്ക് സന്തോഷവും ഐശ്വര്യവും സമാധാനവും വന്നു ചേരും എന്നൊരു ചിന്തയോട് കൂടി ഇരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അറിയാതെ പോയി എന്നത് മനസ്സിലാക്കി ഭഗവാൻ ക്ഷമിച്ചോളും. ഇനിയെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പൂച്ചയുടെ കാര്യമാണ് പറയുന്നത്. പൂച്ചയെന്ന് മാത്രമല്ല, ഏത് ജീവജാലങ്ങൾ വരുമ്പോഴും അവരെ ഉപദ്രവിക്കുകയോ അവരെ കരയിക്കുകയോ അവർക്ക് ഹാനി ഉണ്ടാക്കുന്ന ഒരു കാര്യമോ ചെയ്താൽ ദൈവങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മളോട് കോപിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ പൂച്ചയുടെ കാര്യമാണ് പറഞ്ഞത്. ഗൃഹത്തിലേക്ക് ഒരു പൂച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ ഗൃഹം അത്രത്തോളം ഭാഗ്യമുള്ളതും സമ്പൂർണമാകാൻ പോകുന്നതുമായതുകൊണ്ട് ഭഗവാൻ അയച്ച ദൂതനാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഇപ്പോൾ വസിക്കുന്നതെന്ന്. അപ്പോൾ ഏവരും ഈ പൂച്ചയെന്നല്ല, ഒരു ജീവജാലങ്ങളെയും ഒരു ചരാചരങ്ങളെയും ഈ ഭൂമിയിലുള്ള ഒന്നിനെയും നമുക്ക് ഉപദ്രവിക്കാനുള്ള അധികാരമില്ലാതെ ഭഗവാന് മാത്രമുള്ളതാണ്. അപ്പോൾ നമ്മളിലേക്ക് ഭാഗ്യം വരുന്നതിന്റെ സൂചനയായി ഭഗവാൻ അയച്ചിരിക്കുന്ന ഈ പൂച്ച നിങ്ങളുടെ ഗൃഹത്തിലേക്കും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. നന്ദി.